അയ്യോ നേരെ മുകളിലെത്തിയില്ല കേട്ടോ, കയറിക്കൊണ്ടിരിക്കുക തന്നെ. എൻ്റെ അമ്മേ, ഇതൊക്കെ എങ്ങനെ അന്നത്തെ കാലത്ത് ഉണ്ടാക്കി എന്നുള്ള ഒരു ഐഡിയ ഇല്ല കേട്ടോ മക്കളെ. അത് ഉണ്ടാക്കല കുറച്ചുകൂടി മുകളിൽ കയറിയുള്ള വ്യൂ ആട്ടോ അത്. അയ്യോ ഷാറായിരിക്കും. എന്തായാലും മുകളിലേക്ക് എത്തുന്നതനുസരിച്ച് ഭംഗി കൂടി വരുന്നുണ്ട് കേട്ടോ. ഇവിടെ കയറുമ്പോഴേക്ക് നമ്മളൊരു ബൈക്കാവുന്നവർക്ക് മനസ്സിലാക്കി. അതിനോട് വെള്ളമൊക്കെ വെച്ചേക്ക്. നമ്മളെ കർണാടകയിലെ പ്രദേശാട്ടോ. പറഞ്ഞു വന്നേരം ബാംഗ്ലൂരാന്നോലെ. ഇത് കയറിയിട്ടും തീരുന്നില്ല കേട്ടാ. എൻ്റെ മുകളിലൊരു അമ്പലമൊക്കെ ഉണ്ട് ചെറിയ. അടിപൊളി വ്യൂ ഉള്ള സ്ഥലം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തുമ്പോഴേ ഒരു അമ്പലമാട്ടോ ഇത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും മുകൾ ഭാഗം. വിശാലമായ തോട്ടം. വന്നപ്പോൾ കിട്ടുന്ന ഒരു സുഖം ഉണ്ടല്ലോ. ഇതിൻ്റെ മുകളിലെത്തുമ്പോൾ ഒരു പ്രത്യേക അനുഭൂതി കേട്ടോ. ഇത്രയും ക്ഷീണിച്ചേക്ക്. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയാൽ ഇപ്പോൾ ഏറ്റവും മുകളിലാട്ടോ ഉള്ളത്. ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി കയറാറുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് കയറുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണം, എന്നാലേ ഫുള്ള് വ്യൂ കിട്ടും. ഇതാണ് ഏറ്റവും മുകളിൽ. ഇതാണ് ഇവിടുത്തെ മൊത്തം വ്യൂ കേട്ടോ. ഇവിടെ നല്ല രസമാണ്. പറക്കാൻ നിൽക്കുന്നവരുണ്ട്, ചാടാൻ നിൽക്കുന്നവരുണ്ട്. അവൻ്റെ നോട്ടം കണ്ടായിരിക്കും ബഹിരാകാശത്തേക്ക് നോക്കാന്ന്. അയ്യോ, ഇതിൻ്റെ വേറൊരു ഭാഗത്തു നിന്നുള്ള വ്യൂ ആണേ. 4 സൈഡും 4 തരത്തിലാണ്. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും ഇതാട്ടോ മറ്റേ സൈഡിൽ നിന്നുള്ള വ്യൂ. ഇപ്പോൾ മക്കളെ ഞാൻ ഈ കാഴ്ചകളൊന്ന് ആസ്വദിക്കട്ടെ. എന്നാൽ ഓക്കെ ബൈ.